Next, solution of non-homogeneous system of linear equations. Consider the system of m equations in n unknowns. അതായത് x1 x2 etc. xn എന്ന് പറഞ്ഞാൽ n അൺനോൺസിലുള്ള m ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് a11 x1 പ്ലസ് a12 x2 പ്ലസ് എക്സെട്ര പ്ലസ് a1n xn ഈക്വൽ ടു b1 എക്സെട്ര am1 x1 പ്ലസ് am2 x2 എക്സെട്ര പ്ലസ് amn xn ഈക്വൽ ടു b1. ദാറ്റ് ഈസ് we have a system of m equations in n unknowns, and the system can be also represented as ax equal to b, where a equal to the matrix a11 a12 etc. a1 etc. am1 am2 etc. amn, and x equal to x1 x2 etc. xn, and b equals b1 b2 etc. bm. Then what is an augmented matrix? What is an augmented matrix? The matrix AB, which is obtained by placing the constant column matrix B to the right of A, is called augmented matrix. That is, augmented matrix we represent A, B and which is obtained by placing the constant column B to the right of A. A right light a constant column matrix B na namukku place cheyumbol we get a matrix. That matrix is called augmented matrix AB. That is, augmented matrix AB equals B1 B2 etc. Bm. ഈ A പറഞ്ഞ മെട്രിക്സിന്റെ റൈറ്റിലായിട്ട് ഈ കോൺസ്റ്റന്റ് കോളം മെട്രിക്സ് B നെ നമുക്ക് പ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് augmented matrix, and which is denoted by matrix A. Okay. Next, suppose we have a augmented matrix AB. Suppose നമുക്ക് ഒരു augmented matrix AB ഉണ്ട് വിചാരിക്കുക, and if we apply some sequence of linear operations, that is, we apply a sequence of elementary row operations on an augmented matrix, then we get a matrix with some properties. അല്ലെ, നമുക്കൊരു augmented matrix ഉണ്ട്. ഈ augmented matrixൽ ഞാൻ ഈ സീക്വൻസ് ഓഫ് എലിമെന്ററി റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്കൊരു മെട്രിക്സ് കിട്ടും. ഇത് സം പ്രോപ്പർട്ടീസ് ഉള്ള മെട്രിക്സ് കിട്ടും. അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, 1, if a row does not consist entirely of 0, then the first non-zero number in the row is 1. അതായത് നമുക്ക് ഈ മെട്രിക്സ് ആണ് ഒരു ഓഗ്മെന്റഡ് മെട്രിക്സിൽ സം സീക്വൻസ് ഓഫ് റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഈ മെട്രിക്സ് ആണ് കിട്ടിയതെന്ന് സപ്പോസ് ചെയ്യുക. ദിസ് ഈസ് ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ്, ബട്ട് ഈ ഇങ്ങനെയൊരു മെട്രിക്സ് ആണ് കിട്ടിയതെന്ന് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് സപ്പോസ് ദിസ് മെട്രിക്സ് ഹാസ് എ റോ that does not consist entirely of zeros, then the first non-zero number in the row is 1. സപ്പോസ് അപ്പോൾ ഈ നമുക്ക് അങ്ങനെ കിട്ടിയ ഈ മെട്രിക്സിനകത്ത് ഒരു non-zero റോ ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ non-zero റോയിലുള്ള ഫസ്റ്റ് non-zero നമ്പർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമുക്ക് non-zero റോ ഉണ്ടെങ്കിൽ ആ non-zero റോയിലുള്ള ഫസ്റ്റ് non-zero എലമെന്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. We call this a leading one. ആ 1നെ നമ്മൾ leading one എന്ന് പറയും. This is first property. Then second property, if there are any rows that consist entirely of zeros, then they are grouped together at the bottom of the matrix. Suppose നമുക്ക് ഒന്നോ രണ്ടോ അത് കൂടുതലോ റോസ് ഉണ്ട് that consist entirely of zeros. രണ്ടോ മൂന്നോ നമുക്ക് സീറോ റോസ് ഉണ്ടെങ്കിൽ then they are grouped together at the bottom of the matrix. Then the third one, in any successive rows that do not consist entirely of zeros, the leading ones in the lower row occurs farther to the right than the leading one in the higher row. അതായത് സപ്പോസ് നമുക്ക് ഈ രണ്ട് റോ നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ രണ്ട് റോ എന്ന് പറയുന്നത് non-zero rows ആണെന്ന് വിചാരിക്കുക. ഓക്കെ, രണ്ട് non-zero rows ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ non-zero rows ആണെങ്കിൽ ബൈ ഫസ്റ്റ് പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് റോയിലുള്ള ഫസ്റ്റ് non-zero എലമെന്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ലോവർ റോയിലുള്ള 1 എന്ന് പറയുന്നത് ലോവർ റോയിലുള്ള 1 occurs to the right than the leading one in the higher row. ഈ ഹൈ റോയിലുള്ള ലീഡിംഗ് വണ്ണിന്റെ റൈറ്റിലായിട്ടായിരിക്കും ലോവർ റോയിലുള്ള ലീഡിംഗ് വൺ ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് പ്രോപ്പർട്ടി, ഈച്ച് കോളം ദാറ്റ് കണ്ടെയ്ൻസ് എ ലീഡിംഗ് വൺ ഹാസ് സീറോസ് എവരിവെയർ എൽസ് ഇൻ ദാറ്റ് കോളം. നെക്സ്റ്റ് നമ്മളിപ്പോൾ ഒരു കോളം വൈസ് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. ആ കോളത്തിൽ ഒരു ലീഡിംഗ് വൺ ഉണ്ടെങ്കിൽ
ബാക്കിയുള്ള ആ കോളത്തിലെ എല്ലാ എൻട്രീസും എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഒരു കോളം കൺസിഡർ ചെയ്യുക, ആ കോളത്തിൽ ഒരു ലീഡിങ് വൺ ഉണ്ട് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലീഡിങ് വൺ മീൻസ് അതൊന്നൊരു 1 ആയിരിക്കും, ബാക്കി അതിലെ ഓരോ എൻട്രീസും 0s ആയിരിക്കും. A matrix that has the 4 properties, ഇപ്പോൾ നമ്മൾ പറഞ്ഞ 1 2 3 4 പ്രോപ്പർട്ടീസ് ഉള്ള ഒരു മെട്രിക്സിനായിരിക്കും നമ്മൾ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം. ഓക്കെ, ഈ 4 പ്രോപ്പർട്ടീസ് ഉള്ള മെട്രിക്സിനായിരിക്കും റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എന്നും. ആൻഡ് ആദ്യം നമ്മൾ സ്റ്റേറ്റ് ചെയ്ത 3 പ്രോപ്പർട്ടീസ് ഉള്ള ഈ മെട്രിക്സിനായിരിക്കും റോ എക്കലോൺ ഫോം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമുക്ക് we can say that a matrix in a row reduced echelon form as well as row echelon form. If a matrix which satisfies the 4 properties, then we say that the matrix is in reduced row echelon form. ഇനി ആ 3 പ്രോപ്പർട്ടീസ് ആണ് ഹോൾഡ് ചെയ്യുന്നെങ്കിൽ then we say that the matrix is in row echelon form. Okay, ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. Consider this matrix from A equals 1 0 0 5 minus 1 0 1 0 2 0 0 1 minus 3. This is a matrix, and this matrix is an example of reduced row echelon form. ഇതെന്ന് പറയുന്നത് reduced row echelon ഫോമിലുള്ള ഒരു മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. കാരണം നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ്, ആ 4 പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 4 പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ മെട്രിക്സ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലുള്ള മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും റോ എടുക്കുകയാണ് ആൻഡ് ദാറ്റ് റോ ഡസ് നോട്ട് കൺസിസ്റ്റ് എൻറ്റയർലി ഓഫ് സീറോസ്, then the first നോൺ സീറോ എലമെന്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് റോയിനെ കൺസിഡർ ചെയ്തു. ഈ റോയിൽ എന്ന് പറയുന്നത് നോൺ സീറോ എലമെന്റ്സും ഉണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. സിമിലർലി ഈ നോൺ സീറോ റോയിൽ ഫസ്റ്റ് എലമെന്റ് 1 ആണ്, ഈ നോൺ സീറോ റോയിൽ ഫസ്റ്റ് എലമെന്റ് 1 ആണ്. സോ ഇത് സാറ്റിസ്ഫൈസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി മെട്രിക്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. Then condition 2, if there are any rows that consist entirely of zeros, then they are grouped together at the bottom of the matrix. ഇതിൽ അങ്ങനെ 0 rows ഒന്നും വരുന്നില്ല. Then the third one, in any 2 successive rows that do not consist entirely of zeros, the leading one in the lower row occurs farther to the right than the leading one in the higher row. ഈ രണ്ട് മെട്രിക്സ് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിന്റെ ലീഡിംഗ് വൺ, ഈ റോയുടെ ലീഡിംഗ് വൺ എന്ന് പറയുന്നത് ഇതാണ്, ഈ റോയുടെ ലീഡിംഗ് വൺ എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോവർ റോയിലുള്ള ലീഡിംഗ് വൺ എന്ന് പറയുന്നത് ഒക്കർ ചെയ്യുന്നത് ടു ദ റൈറ്റ് ഓഫ് ദ ലീഡിംഗ് വൺ ഇൻ ദ ഹയർ റോ. സോ ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഫോർത്ത് പ്രോപ്പർട്ടി, ഈച്ച് കോളം ദാറ്റ് കണ്ടെയ്ൻ ഈ ലീഡിംഗ് വൺ ഹാസ് സീറോസ് എവരിവെയർ എൽസ് ഇൻ ദാറ്റ് കോളം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ലീഡിംഗ് വൺ കൺസിഡർ ചെയ്യുക. ലീഡിംഗ് വൺ എന്ന് പറയുന്നത് ഈ റോയിൻ്റെ ലീഡിംഗ് വൺ, ഇതൊരു ലീഡിംഗ് വൺ ആണ് അല്ലേ. ആൻഡ് ഈ ലീഡിംഗ് വണ്ണിലുള്ള കോളം നമ്മൾ കൺസിഡർ ചെയ്തു, അതായത് ഈ കോളം. അങ്ങനെയാണെങ്കിൽ ഈ ലീഡിംഗ് വൺ ഒഴികെ ബാക്കി ആ കോളത്തിലെ എല്ലാ എൻട്രീസും 0 ആയിരിക്കണം. സോ ഇത് 0 ആണ്. സിമിലർലി ഇത് ലീഡിംഗ് വൺ ആണ്. സോ ഈ ലീഡിംഗ് വണ്ണിലുള്ള കോളം കൺസിഡർ ചെയ്താൽ ബാക്കി എല്ലാ എലമെന്റ്സും 0 ആണ്. ഇത് ലീഡിംഗ് വൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഒഴികെയുള്ള ബാക്കി എല്ലാ എലമെന്റ്സും 0 ആണ്. സോ ഇറ്റ് ഓൾസോ സാറ്റിസ്ഫൈ പ്രോപ്പർട്ടി 4. ഈ 4 പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഈ മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ആണ്. ഇതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഈ സീറോ മെട്രിക്സും ഹോൾഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കൺസിഡർ മെട്രിക്സ് B ഈക്വൽ ടു 1 4 -3 7 0 1 6 2 0 0 1 6. ഇത് പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ 3 പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അടുത്ത 3 പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ മെട്രിക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് നോൺ സീറോ റോ ആണ്. അതിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് എന്നത് 1 ആണ്. സിമിലർലി ഇതിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്, ഈ റോയിലും ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. സോ ഫസ്റ്റ് കണ്ടീഷൻ ഹോൾഡ് ചെയ്തു. സെക്കൻഡ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 0 റോസ് ഒന്നും അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ അത് പറയണ്ട. ഈ മൂന്നാമത്തെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ 2 റോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ലോവർ റോയിലുള്ള ലീഡിംഗ് വൺ എന്ന് പറയുന്നത് ഈ ഹയർ റോയിലുള്ള ലീഡിംഗ് വൺസിന്റെ റൈറ്റ് ആയിട്ടാണ് ഒക്കർ ചെയ്യുന്നത്. സോ ആദ്യത്തെ 3 പ്രോപ്പർട്ടീസ് ഇത് ഹോൾഡ് ചെയ്തു. ഇനി 4ാമത്തെ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട് നോക്കണം. 4ാമത്തെ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നെങ്കിൽ ഈ ലീഡിംഗ് വണ്ണിന് കൺസിസ്റ്റ് ചെയ്യുന്ന കോളത്തിനകത്തുള്ള ബാക്കി എല്ലാ എലമെന്റ്സും 0 ആയിരിക്കണം. സോ ഇത് ഒരു ലീഡിംഗ് വൺ ആണ്. ഈ ലീഡിംഗ് വണ്ണിൽ ഉൾപ്പെടുന്ന കോളം എന്ന് പറയുന്നത് ഈ കോളമാണ്. ഇതിലുള്ള ബാക്കി എല്ലാ എലമെന്റ്സും 0 ആണ്. പക്ഷെ നമ്മൾ ഇഫ് യു കൺസിഡർ ദ സെക്കൻഡ് കോളം, നമ്മൾ സെക്കൻഡ് കോളം കൺസിഡർ ചെയ്ത് വിചാരിക്കാം. സെക്കൻഡ് കോളം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
സെക്കൻഡ് കോളം കൺസിഡർ ചെയ്യാൻ കാരണം എന്താണ്? ഈ ലീഡിങ് വൺ കൺസിഡർ ചെയ്തു മതി. ഇതൊരു ലീഡിങ് വൺ ആണ്. സോ വി കൺസിഡർ ഈ ലീഡിങ് വണ്ണുള്ള ഈ കോളം നമ്മൾ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബൈ പ്രോപ്പർട്ടി 4 അനുസരിച്ച് ഈ കോളത്തിനകത്ത് വരുന്ന ഈ ലീഡിങ് വൺ ഒഴികെ ബാക്കി എല്ലാ എൻട്രീസും 0 ആവണമായിരുന്നു. പക്ഷെ ദിസ് ഇസ് 4 ആൻഡ് ദിസ് ഇസ് 0. സോ പ്രോപ്പർട്ടി 4 ഇത് ഹോൾഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പക്ഷെ പ്രോപ്പർട്ടി 3 1 2 3 ഈ മെട്രിക്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് മെട്രിക്സ് ഈസ് ഇൻ റോ എക്കലോൺ ഫോം. ദിസ് ഈസ് റോ എക്കലോൺ ഫോം. 4 പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിനകത്താണെങ്കിലും 3 പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ദിസ് മെട്രിക്സ് എന്ന് പറയുന്നത് റോ എക്കലോൺ ഫോമിലാണെന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് algorithm for reducing matrix to echelon form. അതായത് ഒരു മെട്രിക്സിനെ ഒരു എക്ലോൺ ഫോമിലേക്ക് മാറ്റുന്നതിന് വേണ്ട അൽഗോരിതം ആണ് ഇത് പറയുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, സപ്പോസ് നമുക്കൊരു മെട്രിക്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യം നമ്മൾ ആ മെട്രിക്സിന്റെ ലെഫ്റ്റ് മോസ്റ്റ് കോളം കൺസിഡർ ചെയ്യാം. ഓക്കെ, ലെഫ്റ്റ് മോസ്റ്റ് കോളം മീൻസ് ദിസ് കോളം. ഇതാണ് മെട്രിക്സ് എങ്കിൽ ഈ കോളം നമുക്ക് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് കോളം നമ്മൾ കൺസിഡർ ചെയ്യാം. അതിനുശേഷം സപ്പോസ് ആ മെട്രിക്സിന്റെ ആ ലെഫ്റ്റ് മോസ്റ്റ് കോളത്തിലെ ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഒരു 0 എലമെന്റ് ആണെങ്കിൽ സം റോ ആയിട്ട് ഈ റോ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തിട്ട് ഈ ആദ്യത്തെ എലമെന്റിനെ നമ്മൾ നോൺ സീറോ എലമെന്റ് ആക്കി മാറ്റും. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി സം എ. ആ സം എ ആണെന്ന് വിചാരിക്കാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഈ എനെ നമുക്ക് 1 ആക്കി മാറ്റണം. സോ വി ഡിവൈഡ് ദിസ് റോ ബൈ 1/a. ഇതിനെ 1/a കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1/a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ വി ഗെറ്റ് 1. ശേഷം ഈ 1ന് ബിലോ ആയി വരുന്ന എല്ലാ എലമെന്റ്സിനും 0 ആക്കുക. പിന്നെ നമുക്ക് വേറെ സബ് മെട്രിക്സ് കിട്ടും. ഈ സബ് മെട്രിക്സിൽ നമ്മൾ ചെയ്ത ഈ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഒരു എക്ലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സ് കിട്ടും. ഓക്കെ, ദ പ്രൊസീജിയർ for reducing matrix to reduced row echelon form is called Gauss-Jordan elimination. Next we have Gauss-Jordan elimination. That Gauss-Jordan elimination it is a method for reducing a matrix to reduced row echelon form. That ഒരു മെട്രിക്സിനെ റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം ആക്കി മാറ്റുന്ന പ്രൊസീജിയറിനെയാണ് ഗോസ് ജോർദാൻ എലിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിന്റെ അൽഗോരിതം എടുക്കുകയാണെങ്കിൽ that consists of 2 parts, forward phase and backward phase. ഇതിന്റെ അൽഗോരിതം എടുക്കുകയാണെങ്കിൽ അൽഗോരിതത്തിൽ 2 ഫേസ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. One is forward phase and second is backward phase. And forward phase is a phase in which zeros are introduced below the leading ones. Okay, അതായത് ഫോർവേഡ് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ലീഡിങ് വൺസിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. ആ ലീഡിങ് വൺസിന് താഴെ വരുന്ന എല്ലാ എൻട്രീസും 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഫോർവേഡ് ഫേസ്. Forward phase is a phase in which zeros are introduced below the leading ones. And backward phase is a phase in which zeros are introduced above the leading ones. Backward phase എന്ന് പറഞ്ഞാൽ ലീഡിങ് വൺസിന് മുകളിലായി വരുന്ന എൻട്രീസ് ഒക്കെ 0, ആൻഡ് ഫോർവേഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഈ ലീഡിങ് വൺസിന് താഴെയായിട്ട് വരുന്ന എൻട്രീസ് ഒക്കെ 0 ആയിരിക്കും. ഓക്കെ, ഇനി if only forward phase is used, then the procedure produces a row echelon form and is called Gaussian elimination. അതായത് സപ്പോസ് നമ്മൾ പറഞ്ഞു ഈ ഗോസ് ജോർദാൻ എലിമിനേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ അൽഗോരിതം കൺസിസ്റ്റ് ഓഫ് 2 ഫേസസ്, ഫോർവേഡ് ഫേസും ഉണ്ട്, അതുപോലെ തന്നെ ബാക്ക്വേർഡ് ഫേസും ഉണ്ട്. ഇഫ് നമ്മൾ ഫോർവേഡ് ഫേസ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു റോ എക്ലോൺ ഫോമിലുള്ള ഒരു മെട്രിക്സ് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഗോഷ്യൻ എലിമിനേഷൻ. ദാറ്റ് ഈസ് ഗോഷ്യൻ എലിമിനേഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഫോർവേഡ് ഫേസ് മാത്രമേ അപ്ലൈ ചെയ്യുന്നു. ഗോഷ്യൻ ജോർദാൻ എലിമിനേഷനിൽ ഫോർവേഡ് ഫേസും as well as ബാക്ക്വേർഡ് ഫേസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് we have a problem.
solve the following system of equations. Solve the following system of equations by Gaussian elimination. Gaussian elimination ഉപയോഗിച്ചുകൊണ്ട് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ സിസ്റ്റം ഈസ് ദിസ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം. ആൻഡ് ഗോഷ്യൻ എലിമിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ സിസ്റ്റത്തിനെ നമ്മൾ സോൾവ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സോ നോക്കുക, നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3y പ്ലസ് z ഈക്വൽ ടു 2, 3x പ്ലസ് y മൈനസ് 2z ഈക്വൽ ടു 1, 4x മൈനസ് 3y മൈനസ് z ഈക്വൽ ടു 3 ആൻഡ് 2x പ്ലസ് 4y പ്ലസ് 2z ഈക്വൽ ടു 4. ഓക്കെ, അപ്പോൾ നമുക്ക് ഗോഷ്യൻ എലിമിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ സിസ്റ്റത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടത്. സോ വി ഹാവ് ടു ഫസ്റ്റ് കൺസിഡർ ദ ഓഗ്മെന്റഡ് മെട്രിക്സ്. നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ്. ആൻഡ് വാട്ട് ഈസ് ഓഗ്മെന്റഡ് മെട്രിക്സ്? ദ മെട്രിക്സ് എ ബി ഈക്വൽ ടു ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ദ മെട്രിക്സ് വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ പ്ലേസിംഗ് ദ കോൺസ്റ്റന്റ് കോളം മെട്രിക്സ് ബി ടു ദ റൈറ്റ് ഓഫ് എ. അല്ലെ, എയുടെ റൈറ്റിൽ ബി പ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. And here the augmented matrix AB equal to 1 2 1. അല്ലേ, ഈ മെട്രിക്സ് എ എന്ന് പറയുന്നത് 1 2 1 ആണ്. സോ 1 2 1 B 3 1 minus 2 1 4 minus 3 minus 1 3 and 2 4 2 4. This is our augmented matrix. So ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ എലമെന്റിനെ 1 ആക്കണം അല്ലേ. പക്ഷെ ഓൾറെഡി നമ്മുടെ augmented matrixൽ ഈ എലമെന്റ് എന്ന് പറയുന്നത് 1 ആണ്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 1നെ, ഈ ലീഡിംഗ് 1നെ ബിലോ ആയി വരുന്ന എല്ലാ എൻട്രീസിനും 0 ആക്കണം അല്ലേ. ഈ ലീഡിംഗ് 1ന് താഴെയായിട്ട് വരുന്ന എല്ലാ എലമെന്റ്സിനും, എല്ലാ എൻട്രീസിനും നമ്മൾ 0 ആക്കണം. സോ ഇതിന് 0 ആക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു അപ്ലൈ R2 gives R2 minus 3R1. ഈ 3ൽ നിന്ന് 3 times 1 മൈനസ് ചെയ്താൽ this will become 0. ആൻഡ് ഈ 4ൽ നിന്ന് 4 times this 1 മൈനസ് ചെയ്താൽ we get 0. Similarly, ഇതിൽ നിന്ന് 2 times this 1 minus ചെയ്താൽ we get 0. That is R2 gives R2 minus 3R1, R3 gives R3 minus 4R1 and R4 gives R4 minus 2R1. The operations ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ we get 1 2 1 2 0 minus 5 minus 5 minus 5 0 minus 11 minus 5 minus 5 and 0 0 0 0. Okay, ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ മൈനസ് 1നെ നമ്മൾ ഈ മൈനസ് 5നെ നമ്മൾ 1 ആക്കണം അല്ലേ. അതായത് ആദ്യം ഇത് നമ്മളൊരു നോൺ സീറോ റോ ആയിരുന്നു. ഈ നോൺ സീറോ റോയിൽ ആദ്യത്തെ നോൺ സീറോ എലമെന്റ് 1 ആവണമായിരുന്നു. സോ ദിസ് ഇസ് 1. ഇനി നെക്സ്റ്റ് നോൺ സീറോ റോ കൺസിഡർ ചെയ്തു. ഇതിൽ ആദ്യത്തെ നോൺ സീറോ എലമെന്റ് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ ഈ എലമെന്റ് എന്ന് പറയുന്നത് 1 ആണ്. ടു മേക്ക് ദിസ് മൈനസ് 5 ആസ് 1, ഈ മൈനസ് 5നെ 1 ആക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഡിവൈഡ് ദിസ് എലമെന്റ് ബൈ മൈനസ് 5 അല്ലേ. ഈ മൈനസ് 5നെ മൈനസ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ we will get 1. So next operation R2 gives R2 into minus 1 by 5. R2 into minus 1 by 5. Then we get minus 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ minus 5 ആണ്. So this will become 1 1 1. Okay. This is 1 1 1. നമ്മൾ അപ്ലൈ ചെയ്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് R2 gives R2 into minus 1 by 5. And the next ഇനി നമുക്ക് ഈ ലീഡിംഗ് 1ന് താഴെ വരുന്ന എൻട്രീസിനെ 0 ആക്കണം. ഈ എൻട്രി നമ്പർ 0 ആണ്. സോ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ മൈനസ് 11നെ 1 ആക്കാനാണ് അല്ലേ. സോ മൈനസ് 11നെ 1 ആക്കാൻ വേണ്ടിയിട്ട് we have to apply R3 gives R3 plus 11 R2 അല്ലേ. Then we will get this is equal to 1 2 1 2 0 1 1
0 0 6 6. This is 0 0 0 0. Okay. In next we consider row idana. ഇതിലെ ആദ്യത്തെ നോൺ സീറോ എലമെന്റിനെ നമ്മൾ കണ്ടെത്തണം. ആദ്യത്തെ നോൺ സീറോ എലമെന്റ് എന്ന് പറയുന്നത് ഈ പൊസിഷനിലാണ് വരുന്നത്. ദിസ് ഈസ് 6. സോ വി ഹാവ് ടു മേക്ക് ദിസ് 6 as 1. അല്ലേ, ഈ 6നെയാണ് നമ്മൾ 1 ആക്കി മാറ്റേണ്ടത്. ഈ 6നെ 1 ആക്കാൻ വേണ്ടിയിട്ട് we divide this row R3 by 6 or we multiply this row with 1 by 6. നമ്മൾ ചെയ്യുന്നത് R3 gives R3 into 1 by 6. 1 by 6 കൊണ്ട് multiply ചെയ്യണമെങ്കിൽ we get 1 1. So this is 1 1. Okay, so we get this matrix. അപ്പോൾ നോക്കുക, ഇതിന് താഴെ വരുന്ന ഇനി നമ്മൾ ഇതിന് താഴെ വരുന്ന എൻട്രീസിനൊക്കെ 0 വെക്കണമായിരുന്നു. സോ ഇതിന് താഴെ വരുന്ന എൻട്രി എന്ന് പറയുന്നത് ഓൾറെഡി 0 ആണ്. ഇതെന്ന് പറയുന്നത് 0 റോ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് the augmented matrix is in row echelon form ആണ്. ഇപ്പോൾ ഈ augmented matrix എന്ന് പറയുന്നത് row echelon ഫോമിനകത്താണ്. സോ ഇനി നമ്മൾ എഴുതേണ്ടത് ഇതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് അല്ലേ. ദാറ്റ് ഈസ് മാട്രിക്സ് എന്ന് പറയുന്നത് 1 2 1. അതായത് നമ്മൾ ഇതിൽ ദിസ് ഈസ് അവർ എ ബി augmented matrix എ ബി ആൻഡ് വി കൺസിഡർ ദ മാട്രിക്സ് എ ഫ്രം ദിസ് augmented matrix എ ബി. അത് എ എഴുതുകയാണെങ്കിൽ എന്ന് പറയുന്നത് 1 2 1 0 1 1 0 0 1 0 0 0. X y z equals our b. B is equal to 2 1 1 0 2 1 1 0. This is equal to x plus 2y plus z equals to next y plus z. Again x plus 2y plus z equal to 2 together 1 into x plus 2 into y plus 1 into z. That is x plus 2y plus z equal to 2. Next 0 into x, that is 0. 1 into y plus 1 into z. That is y plus z equal to 1. Next 0 into x plus 0 into y plus 1 into z. This is z. Z equals 1. Now z equal to 1 ആണ് കിട്ടി. So z equal to 1 ആണ് കിട്ടി. So equation 2 implies y plus 1 equal to 1 implies y equal to 0. Then equation number 3 implies x plus 2 into y, that is 2 into 0 0 plus z equal to 1 equals 2 implies x equals 1. So we get x equal to 1, y equal to 0 and z equal to 1. Okay, this is the problem. Next problem, problem number 5 on a textbook here. Suppose that the matrices given below are augmented matrices for linear system in diagonals x1, x2, x3 and x4. These matrices are all in row echelon form but not in reduced row echelon form. Discuss the existence and uniqueness of solutions to the corresponding linear systems. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് കുറച്ച് augmented matrix തന്നിട്ടുണ്ട്. In unknowns x1, x2, x3 and x4. x1ലും x2ലും x3ലും x4ലും ഉള്ള കുറച്ചൊരു augmented matrix നമുക്ക് തന്നിട്ടുണ്ട്. And also given that these matrices are all in row echelon form. ആ matrices ഒക്കെ എന്ന് പറയുന്നത് row echelon form ഉള്ളതാണ് but not in reduced
reduced row echelon form. Row echelon forമിലാണ് പക്ഷെ reduced row echelon forമിലുള്ള മെട്രിക്സുകളല്ല. അങ്ങനെയാണെങ്കിൽ then we have to discuss the existence and uniqueness of solutions to the corresponding linear systems. Okay. And the first matrix, sum A equal to 1 minus 3 7. This is not A, this is a augmented matrix and sum AB. This is 1 minus 3 7 2 5 0 1 2 minus 4 1 0 0 1 6 9 0 0 0 0 1. This is our first matrix. So the x1, x2, x3, x4 the unknowns linear equations correspond to the augmented matrix and so we have to find the solutions corresponding to this augmented matrix. Okay. So already തന്നിട്ടുണ്ട് ഈ മെട്രിക്സ് എന്ന് പറയുന്നത് റോ എക്ലോൺ ഫോമിനകത്ത് മെട്രിക്സുകളാണ് തന്നിട്ടുണ്ട്. ബട്ട് ദേ ആർ നോട്ട് ഇൻ റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോം. റോ എക്ലോൺ ഫോമിനകത്തുള്ള മെട്രിക്സുകളാണ് പക്ഷെ റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോമിലുള്ള മെട്രിക്സുകളല്ല. സോ നമുക്ക് ഇതിനെ ഒന്ന് വീണ്ടും ഇതിലെല്ലാ പ്രോപ്പർട്ടീസും ഹോൾഡ് ചെയ്യുന്നുണ്ട്. കാരണം ആദ്യത്തെ നോൺ സീറോ റോ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. ഇവിടെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. തേർഡ് റോയിൽ നോൺ സീറോ ആണ്. അതിന് താഴെ വരുന്ന എൻട്രീസ് ഒക്കെ ഇന്നലെ 0 ആണ്. സോ this is a matrix in row echelon form. So we have to solve this. Okay. So x1, x2, x3, x4 equals this is our given matrix. Yeah, like given matrix. So how to solve the corresponding linear equations? That is, we have to write the matrix A. This is AB. That is, E column the constant column matrix B. So we first of all we have to write the matrix A from this augmented matrix AB. Then what is AB? AB equals 1 minus 3 7 2 0 1 2 minus 4 0 0 1 6 and 0 0 0 0. x1 x2 x3 x4 equals what is our B? Equal 5 1 9 1 5 1 9 1. If we consider the last row corresponds to the equation 0 into x1 plus 0 into x2 plus 0 into x3 plus 0 into x4 equal to 1. That is 0 equals 1. This is not possible. So we can say that this system has no solution and the system is inconsistent. If we consider the last row, then we get the last equation we consider 0 equals 1. This is not possible. So we can say that this system has no solution. So the system is inconsistent. This solution is inconsistent. Okay. This is our A. And next matrix B equals 1 minus 3 7 2 5 0 1 2 minus 4 1 0 0 1 6 9 0 0 0 0 0. This is for our augmented matrix. നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സുകളൊക്കെ augmented matrix ആണ് തന്നിട്ടുണ്ട്. That is AB equal to matrix AB equal to this matrix. നമ്മൾ എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ തൊട്ട് മുന്നേ the first
ലാസ്റ്റ് ക്വസ്റ്റ്യൻ തന്നതിലും ഈ ക്വസ്റ്റ്യനിലൊന്നും നമ്മൾ റോ ഓപ്പറേഷൻസ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈ മെട്രിസസുകളൊക്കെ റോ എക്കലോൺ ഫോമിനകത്താണ് തന്നിട്ടുണ്ട് അല്ലേ, അതായത് ആ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കിതിനെ വീണ്ടും റെഡ്യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഗിവൺ ദാറ്റ് ദീസ് മെട്രിസസ് ആർ ഇൻ റോ എക്കലോൺ ആണെന്ന് ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് ചുമ്മാ നോക്കിയാലും മതി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ കണ്ടീഷൻസ് ഒക്കെ ഈ മെട്രിസസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് കൂടുതൽ ഫർദർ ഓപ്പറേഷൻസ് ഒന്നും ഇതിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഈ മെട്രിക്സുകളൊക്കെ റോ എക്കലോൺ ഫോമിൽ തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ ഓപ്പറേഷൻസ് ഒന്നും അപ്ലൈ ചെയ്യാത്തത്. സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന ഈ മെട്രിക്സുകളൊന്നും എക്കലോൺ ഫോമിൽ അല്ലെങ്കിൽ വി ഹാവ് ടു മേക്ക് ദാറ്റ് മെട്രിസസ് ഇൻ എക്കലോൺ ഫോം. ആ മെട്രിക്സുകളിലേക്ക് നമ്മൾ അത് എക്കലോൺ ഫോമിനകത്ത് മാറ്റി എഴുതിയിട്ട് വേണം പിന്നെ ആ സിസ്റ്റത്തിന് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സുകളൊക്കെ എക്കലോൺ ഫോമിലാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നൗ how to solve this problem? We have what is A? This is augmented matrix AB. ഇതിൽ A എന്ന് പറയുന്നത് 1 minus 3 7 2 0 1 2 minus 4 0 0 1 6 0 0 0 0 into x1 x2 x3 x4 equals B എന്ന് പറഞ്ഞാൽ 5190 5190 നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ്, ഫസ്റ്റ് ഇക്വേഷൻ x1 1 into x1 plus minus 3 into x2 plus 7 into x3 plus 2 into x1. That is x1 minus 3x2 plus 7x3 plus 2x4 equals 5. Okay, next 0 into x1 plus 1 into x2 plus 2 into x3 minus 4 into x4 equals 1. Next 0 into x1 plus 0 into x2 plus 1 into x3 plus 6 into x4 equals 9. Next 0 ആണ് അല്ലേ, 0 equal to 0 കിട്ടും. സോ നമുക്ക് ഈ 3 ഇക്വേഷൻസ് ആണ് ഉള്ളത്. ഈ 3 ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് we have to find the values of x1 x2 x3 x4. ഇതിൽ we can write this x1. x1 ൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? x1 equal to 5 plus 3x2 minus 7x3 minus 2x4 എന്ന് കൊടുക്കാൻ പറ്റും. ആൻഡ് x2 എങ്ങനെ ഈ ക്വസ്റ്റ്യൻ x2 എങ്ങനെ എഴുതാൻ പറ്റും? x2 equal to 1 minus 2x3 plus 4x4 എഴുതാൻ പറ്റും. ആൻഡ് ഇവിടുത്തെ x3 equal to 9 minus 6x4 എന്ന് കൊടുക്കാൻ പറ്റും. അതായത് ഈ x1 x2 x3 ഒക്കെ നമുക്ക് ഇതിന്റെ സം കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ. ഇതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ x4 മാത്രം, x4 എന്ന് പറയുന്നത് ഒരു ഫ്രീ വേരിയബിൾ ആണെന്ന് പറയാൻ പറ്റും. ഫ്രീ വേരിയബിൾ അല്ലേ. ദിസ് ഈസ് ഈ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് ദാറ്റ് x1 equal to 5 minus this. ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും x2 equal to 1 minus 2x3 plus 4x4. ഇവിടെ നിന്ന് x3 equal to something പറഞ്ഞു എഴുതാൻ പറ്റും. So the variables x1, x2 and x3 correspond to leading ones. Hence are leading variables. അതുകൊണ്ട് x1, x2, x3 എന്ന് പറയുന്ന leading variables ആയിരിക്കും. And x4 എന്ന് പറയുന്നത് free variable ആയിരിക്കും. So we assign a arbitrary value to this x4. ഈ free variable x4 ന് നമ്മൾ ഒരു arbitrary value assign ചെയ്യണം. Let x4 equal to t. Let x4 equal to t. Then this is 1, 2 and 3. Then equation 3 implies x3 plus 6 into x4. x4 equal to t, so 6t equals 9. That is x3 equals 9 minus 6t.
x3 equal to 9 minus 16. Next you consider equation number 2. 2 gives x2 plus 2x3. And what is x3? x3 equal to 9 minus 60. 2 into 9 minus 60. 60 minus 4 into x4 equal to t. This is equals 1. This implies x2 plus 80 minus 12t minus 40 equals 1. Which implies x2 minus 16t equals minus 70. From this, x2 equals minus 17 plus 16t. Okay. So we get x2 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാല്യൂ ഓഫ് x1 ആണ് അല്ലേ? ഇത് മായ്ച്ചുപോയി. ഇക്വേഷൻ നമ്പർ 3 കൺസിഡർ ചെയ്യുക. 3. The last equation എന്തായിരുന്നു? x1 minus 3x2 plus 7x3 plus 2x4 equals 5. x1 minus 3x2 plus 7x3 plus 2x4 equal to 5. Which implies x1 minus 3 into what is x2? x2 equal to minus 17 plus 16t plus 7x3. x3 equals 9 minus 60. 60 plus 2x4 plus 2t equals 5. This implies x1 plus 51 minus 48t plus 63 minus 42t plus 2t equals 5. Which implies x1 minus 88t equals 109. Which implies x1 equals 109 that is we get x1 equals x1 we get value minus 409. We get this is 109, so we get this is 880. Okay, that is x1 equal to 880 minus 109 and x2 equal to minus 17 plus 16t, x3 equals 9 minus 60 and x4 equal to t. Okay, thus the given system is consistent solution exists ചെയ്യുന്നുണ്ട്. So we get the values of x1, x2, x3, x4. Okay. The next step we get C കൂടി ഉണ്ട്. Next matrix 1 minus 3 7 2 5 0 1 2 minus 4 1
0 0 0 0 1 6 9 0 0 0 1 0. This is our augmented matrix AB. So 1 minus 3 7 2 0 1 2 minus 4 0 0 1 6 0 0 0 1. x1 x2 x3 x4 equals 5190. Okay, from this we get x1 minus 3x2 plus 7x3 plus 2x4 equals 5. x2 plus 2x3 minus x4 equals 1. x3 plus 6x4 equals 9 and x4 equals 0. Since x4 equal to 0, we get x3 from this equation. x3 equals 9. Now consider this equation. We get x2 plus 2 into x3, 2 into 9, 18 minus 4 into x4, x4 equal to 0. So this is 1. Simply x2 equals minus 17. Then consider the first equation. We get x1 minus 3 into minus 17. We get plus 51 plus 7 into 9, that is 63, 2x4, 2 into 0. This is equals 5. That is x1 equals 5 minus 51 minus 63. This is minus 109. That is x1 equal to minus 109, x2 equal to minus 17, x3 is equal to 9 and x4 equals 0. So the given system is consistent and it has a unique solution. ഇതിനൊരു യൂണിക് സൊല്യൂഷൻ കിട്ടി. പക്ഷെ നമുക്ക് ഇപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത PQ എന്ന് പറയുന്നത് നമ്മൾ സം ടിയിലുള്ള x1 x2 x3 x4 സം ടിയിലുള്ള സം വാല്യൂസ് ആണ് കൊടുത്തത്. ഇനി നമ്മൾ ടിയിൽ സം വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് x1 x2 x3 x4 ഒരുപാട് വാല്യൂസ് ഉണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് സിസ്റ്റം ഹാസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. അല്ലെ, ടിക്ക് ഓരോ വാല്യൂസ് കൊടുക്കുന്നതനുസരിച്ച് ആ സിസ്റ്റത്തിന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. ആൻഡ് ഇവിടെ ഈ സി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു യൂണിക് സൊല്യൂഷൻ ആണ്. നമ്മൾ ആദ്യം ചെയ്തത് എ എന്ന് പറയുന്നത് എ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഹാസ് നോ സൊല്യൂഷൻ. ഓക്കെ.